കർണനും കൃഷ്ണനും. പണ്ട് ഹസ്തിനപുരം എന്ന വലിയ രാജ്യത്ത് കർണൻ എന്നൊരു ധീരനായ യോദ്ധാവുണ്ടായിരുന്നു. കർണൻ അവന്റെ അസാധാരണമായ അമ്പെയ്ത്ത് കഴിവിന് പേരുകേട്ടവനായിരുന്നു. അതേസമയം ദ്വാരക എന്ന മനോഹരമായ നഗരത്തിൽ കൃഷ്ണൻ എന്നൊരു രാജകുമാരനുണ്ടായിരുന്നു. കൃഷ്ണൻ തന്റെ ജ്ഞാനത്തിനും കൗശലത്തിനും പേരുകേട്ടവനായിരുന്നു. ഒരു ദിവസം കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിനു തൊട്ടുമുമ്പ് കൃഷ്ണൻ കർണനെ കാണാൻ പോയി. അവർ ഒരുമിച്ചൊരു രഹസ്യ സംഭാഷണം നടത്തി. കൃഷ്ണൻ കർണനോട് അവന്റെ ജനനരഹസ്യം വെളിപ്പെടുത്തി. കർണ, നീ പാണ്ഡവരുടെ സഹോദരനാണ്, കുന്തിയുടെ മൂത്ത മകനാണ്, കൃഷ്ണൻ പറഞ്ഞു. ഈ സത്യം കേട്ട് കർണൻ ഞെട്ടിപ്പോയി. അവന്റെ കണ്ണുകളിൽ ദുഃഖവും ആശയക്കുഴപ്പവും നിറഞ്ഞു. ഞാൻ എന്റെ സ്വന്തം സഹോദരന്മാർക്കെതിരെയാണോ യുദ്ധം ചെയ്യേണ്ടത്? അവൻ സ്വയം ചോദിച്ചു. കൃഷ്ണൻ അവനെ ആശ്വസിപ്പിച്ചു. കർണ, ധർമ്മത്തിന്റെ പാത തിരഞ്ഞെടുക്കുക, സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുക. എന്നാൽ കർണൻ തന്റെ സുഹൃത്തായ ദുര്യോധനനോടുള്ള കൂറ് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എന്റെ സുഹൃത്തിനെ ഞാൻ കൈവിടില്ല കൃഷ്ണ, ഞാൻ അവനോടൊപ്പം നിൽക്കും, കർണൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. കൃഷ്ണൻ കർണന്റെ തീരുമാനത്തെ ബഹുമാനിച്ചു. എങ്കിലും അവന്റെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞു. നിന്റെ തീരുമാനം നിന്നെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കും, കൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. യുദ്ധം തുടങ്ങി. കർണൻ ധീരമായി പോരാടി. എന്നാൽ അവസാനം അർജുനന്റെ അമ്പേറ്റ് അവൻ വീണു. കൃഷ്ണൻ കർണന്റെ അരികിലെത്തി. കർണ, നീ ഒരു യഥാർത്ഥ യോദ്ധാവായിരുന്നു. നിന്റെ ധീരതയും ത്യാഗവും എന്നും ഓർമ്മിക്കപ്പെടും, കൃഷ്ണൻ പറഞ്ഞു. കർണൻ പുഞ്ചിരിയോടെ കണ്ണുകളടച്ചു.